ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസലാണ്, ഗ്രീൻ ടുഡേ ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. നമ്മൾ ഇന്നിപ്പോൾ വന്നേക്കുന്നത് അടൂരുള്ള നമ്മുടെ ഒരു റിനോവേഷൻ പ്രൊജക്റ്റിലേക്കാണ്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇനീഷ്യൽ ഫോട്ടോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ നമ്മൾ സിറ്റ് ഔട്ടിനെ പുറത്തേക്ക് എടുത്തു. ഒരു കാർ പോച്ചും നേരത്തെ ഒരു കാർ പോച്ച് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിമോളിഷ് ചെയ്തു. എന്നിട്ട് പുതിയൊരു കാർ പോച്ച് നമ്മുടെ ആ ഡിസൈൻ പ്രകാരം ആക്കിയെടുത്തേക്കാണ്. നമ്മൾ കോളംസ് ഒക്കെ പുതിയതായിട്ട് ചെയ്തതാണ്. കോളത്തിൻ്റെയൊക്കെ ഡിസൈൻ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് വരാന്ത കിട്ടുന്ന രീതിയിലാണ്. ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെയാണ് മെയിൻ എൻട്രൻസ്. നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെയായിരുന്നു, ആ എൻട്രൻസ് നമ്മൾ മാറ്റി ഇവിടുന്ന് ആക്കി. ഇവിടുന്നാണ് മെയിൻ എൻട്രൻസ് കയറി വരിക. ഇങ്ങനെ വരിക. ഇതൊരു ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു കുറേ ഇവിടെ ഒരു ബാത്റൂം, ഇതൊരു ബെഡ്റൂം ആയിരുന്നു. അതിനെ മാറ്റി നമ്മളൊരു സിറ്റിംഗ് റൂമിലേക്ക് മാറ്റി. ഇതിങ്ങനെ അങ്ങോട്ട് അവിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഈ വോളൊക്കെ ഓൾറെഡി ഡിമോളിഷ് ചെയ്യാൻ കിടക്കുന്ന വോളാണ്. അപ്പോൾ നമ്മൾ ചെയ്യാറെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ബാത്റൂം ഡിമോളിഷ് ചെയ്ത് കളയും. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൊത്തത്തിലങ്ങ് എടുത്ത് ഇവിടുന്ന് വന്ന് നേരെ നമ്മുടെ സിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറുന്നത് ഡൈനിങ് കം ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. ഇത് നേരത്തെ ഇവിടെയൊക്കെ ഭിത്തി ഉണ്ടായിരുന്ന ഇവിടെ ഭിത്തി ഉണ്ടായിരുന്നിടത്തൊക്കെ നമ്മൾ ഓൾറെഡി ബീംസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മൊത്തം ഡിമോളിഷ് ചെയ്ത് മാറ്റിയേക്കണം. ഇവിടുന്ന് വന്ന് നേരെ ഇങ്ങോട്ട് വരിക. ഈ സ്റ്റെയർ കേസ് നമ്മൾ ഇനിയിപ്പോൾ ഡിമോളിഷ് ചെയ്യാനുള്ള നമ്മുടെ ഡിസൈൻ ഡ്രോയിങ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ടാവും. കംപ്ലീറ്റ്ലി ആയിട്ട് ഡിമോളിഷ് ചെയ്ത് മാറ്റിയിട്ടാണ് പുതിയ സ്റ്റെയർ കേസാണ് വരുന്നത്. ഇവിടെ ഒരു ലിഫ്റ്റിന് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലയൻറ്റിന് ലിഫ്റ്റ് അത്യാവശ്യമാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഒരു ലിഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ അത് വരും. ഡൈനിങ് ഏരിയ എന്നൊരു ഓപ്പൺ ഒരു പാഷ്യോ പോലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം അഡീഷണൽ ആയിട്ട് നമ്മൾ എടുത്ത ഏരിയ ആണ്. ഈ ഒരു ഇവിടുന്ന് എനിക്ക് തോന്നുന്നൊരു 4-5 മീറ്ററോളം നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഓൾമോസ്റ്റ് കുറേ ഒരു നല്ലൊരു രീതിയിലുള്ള ഡിസൈൻ തന്നെ നമ്മൾ ആദ്യമേ സബ്മിറ്റ് ചെയ്യും. അത് അപ്രൂവലിന് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണമുണ്ട്. ബീംസ് ഒക്കെ പുതിയതായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ഇതൊരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമിനെ നമ്മൾ ഇച്ചിരി ഒന്ന് വലുതാക്കി ബാത്റൂം ഡോർസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ഡോർ ഇങ്ങോട്ട് വരും. കംപ്ലീറ്റ്ലി ഒരു വലിയൊരു ബെഡ്റൂമിലേക്ക് നമ്മളത് എത്തിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് നേരെ കിച്ചണിലേക്കാണ്. ഇത് കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ അതേപോലെ തന്നെ ഒരു വലിയൊരു കിച്ചണിലേക്ക് നമ്മൾ ലെങ്ത് കൂട്ടി ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കിച്ചണിന് നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇവിടം വരെ ഉള്ളൂ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ വേറൊരു ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്രശ്നം ഫീൽ ചെയ്തത് എന്നാണ് ഇവിടുത്തെ ബ്ലോക്ക് വർക്കിൻ്റെ ഒരു തിക്നെസ് ഉണ്ടോ. ഈ ഇത്രയും തിക്നെസ് ഉള്ളൊരു നമ്മൾ സാധാരണ കാണാം. നമ്മൾ സാധാരണ 20 സെൻറ്റിമീറ്റർ കാണാം. ഇത് ഒരു 35 സെൻറ്റിമീറ്റർ കനത്തിലേക്കാണ് ഒരു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് അതിനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ആ ഡിസൈനും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മൊത്തത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തത്. ഇത് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇതൊരു സ്റ്റോർ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന കുറേ ചേഞ്ചസ്. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഡിസൈൻ നമ്മുടെ ഇതിന് ഡിസൈൻ ഡ്രോയിങ്സും നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് അവിടെ ഒരു ഡോർ ഓപ്പണിങ്. അവിടെ ഓൾറെഡി നമ്മൾ ബാത്റൂമൊക്കെ പണിത് വെച്ചേക്കാം. ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, നമ്മൾ സെറ്റിങ്ങിലേക്ക് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റെയർ കേസ് കംപ്ലീറ്റ്ലി ഡിമോളിഷ് ചെയ്ത് നമ്മുടെ ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്. ഇവിടെ ഒരു നല്ലൊരു ഓപ്പണിംഗ് ഗ്ലാസ് വരുന്നുണ്ട്. ഈ സ്റ്റെയർ ഇവിടം വരെ വരും. അതിനുശേഷം ഈ ഒരു വോള് മൊത്തത്തിൽ എടുത്തു കളയും. ഈ ഒരു ഏരിയനെ നമ്മൾ കംപ്ലീറ്റ്ലി 2 ബെഡ്റൂം ആക്കിയിട്ടുണ്ട്. അതിലൊരു ബാത്റൂം അവിടെ ഉണ്ട്, ഇപ്പുറത്തൊരു ബാത്റൂം ആക്കിയിട്ടുണ്ട്. ജനലൊക്കെ കംപ്ലീറ്റ് മാറ്റി നമ്മുടെ ആ ഡിസൈൻ പ്രകാരം തന്നെ ആക്കി. നമ്മൾ ബീംസ് ഒക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വോളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ബീം കൊടുത്തിട്ടുണ്ട്. ഇത് എടുത്ത് കളഞ്ഞ് മേളിൽ വേറെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബീംസൊക്കെ നമ്മൾ തന്നെ കൊടുത്ത് സെറ്റ് ചെയ്തേക്കണം. പിന്നെ ഇവിടെ വരുന്ന നമ്മൾ പിന്നെ നാളെ വാർക്ക
ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഉണ്ടാവും. ഇതിൻ്റെ കമ്പി കെട്ടിയേക്കണ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ബീംസ് നമ്മൾ ഇൻവേർട്ടഡ് ബീമായിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ താഴത്ത് ആ ബീമിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഇൻവേർട്ടഡ് ബീംസ് കൊടുത്തേക്കുന്ന മൊത്തത്തിൽ കാർ പോർച്ച് ഏരിയയും കൂടിയാണ്. നമ്മൾ പഴയ വീടിനെ നമ്മൾ ലിഫ്റ്റ് കൊടുക്കുമ്പോൾ കുറേ ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലിഫ്റ്റിൻ്റെ റൂം ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ വാർക്കുക. ഇവിടെയാണ് ലിഫ്റ്റിൻ്റെ മേളത്തെ ഓപ്പണിംഗ് വരുന്നത്. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.